ഇന്ന് നമ്മുടെ ലാസ്റ്റ് നോമ്പാണ് കേട്ടോ. അതായത് റമദാൻ സീരീസ് ഡേ 29 ആണ് കേട്ടോ. പെരുന്നാൾ അടുക്കുന്നവരും നമ്മുടെ ഷോപ്പിംഗ് കൂടിക്കൊണ്ടേ ഇരിക്കൂലേ. അങ്ങനെ ഒരു ഷോപ്പിങ്ങിന് പോവാണ് കേട്ടോ. സച്ചുവിന് സ്കൂളിലും പോകാനുണ്ട്. അപ്പോൾ അവനെ കടയിലാക്കിയിട്ട് എനിക്ക് ഷോപ്പിങ്ങിന് പോകാൻ വേണ്ടിയിട്ടാണ്. കാരണം ചിന്നു വരുന്നുണ്ട് കേട്ടോ. അവൾ വന്നാൽ പിന്നെ എനിക്ക് ബെസ്റ്റാണ്. എനിക്ക് അഭിപ്രായം ചോദിക്കാൻ പറ്റിയിട്ടുള്ള ഒരേ ഒരാൾ അവളാണ് കേട്ടോ. സച്ചുവിനാണെങ്കിൽ ഇന്ന് സ്കൂൾ ഉച്ചക്കെന്ന് അങ്ങോട്ടാണ് കേട്ടോ എക്സാം. അപ്പോൾ അവനെ കടയിലാക്കിയിട്ട് ഞങ്ങൾ നേരെ ആ ഫാൻസിയിലോട്ട് വന്നിട്ട് എന്ത് വാങ്ങിക്കാനാണ് വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. കുറേ സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ നോക്കിയിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ വാങ്ങും. കൂടുതലൊന്നും അല്ല, അത്യാവശ്യമുള്ള സംഭവങ്ങൾ മാത്രം. എല്ലാം വാങ്ങിച്ചു കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഈ ഒരു പരിപാടി നമ്മൾ മറന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മൾ മിറർ തപ്പി പിടിച്ചിട്ട് കിട്ടിയതാണ് ഈ ഒരു മിറർ. പിന്നെ നല്ല കളക്ഷനും ഉണ്ട് കേട്ടോ. ഇവിടെ നല്ല അടിപൊളി സംഭവങ്ങൾ. ഇയറിങ്സ് ഒക്കെ പല മോഡലുണ്ട് കേട്ടോ. കാരണം ഞാനിവിടെ വന്ന ഉടനെ തന്നെ ഒന്ന് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പോകുമ്പോൾ അത് വാങ്ങിച്ചിട്ടാണ് കേട്ടോ. ലാസ്റ്റത്തെ നോമ്പായതുകൊണ്ട് തന്നെ ഭയങ്കര ക്ഷീണം ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു ലാസ്റ്റത്തെ 2 നോമ്പ് നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. ഈ ഒരു കമ്മലാണ് ഞാൻ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പോന്നപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പൊ വാങ്ങിച്ചത് എന്താണെന്ന് നിങ്ങൾക്കും കൂടി ഒന്ന് കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിക്കാട്ടോ. ആദ്യം തന്നെ നമ്മുടെ ചെറുപ്പാണ്. പിന്നെ നമ്മുടെ മെഹന്തി ഇടാനുള്ള ആ ഒരു സ്റ്റിക്കറാണ്. എന്നാ പിന്നെ എളുപ്പമായി. മെഹന്തി 3 ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ NYBയുടെ മസ്കാരം കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. നെയിൽക്കോൺ 2 വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് ബിഗ് ബി, ഒന്ന് ഓർഗാനിക്കും കൂടാണ് കേട്ടോ. ഇപ്പൊ റോസ് ഗോൾഡിന്റെ പോലെ തന്നെ ട്രെൻഡിങ് ആയി കൊണ്ടിരിക്കുന്ന ഒന്നാണ് ആന്റി കളക്ഷൻസ്. അതിലൊരു കമ്മലും അതുപോലെ തന്നെ ഒരു ബാംഗിളും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. കൂടെ ഫേസസ് കാനഡന്റെ ഒരു ലിപ്സ്റ്റിക് കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ അങ്ങനെ സ്വർണ്ണം യൂസ് ചെയ്യാറില്ല കേട്ടോ. ഇപ്പൊ അധികം ഈ വക ഐറ്റംസ് ഒക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. കാരണം സ്വർണ്ണൊക്കെ നമ്മൾ ലോക്കറിൽ ഇട്ടു. ഞാൻ അധികം ലാക്മിയുടെ 25 ആണ് ഉപയോഗിക്കാറുള്ളത്. പോകുമ്പോൾ ഫാദിക്കുട്ടി ഏൽപ്പിച്ചിട്ടുള്ളതാണ് ഈ കയ്യിലിടുന്ന ഈ ഒരു സാധനം. കൂടെ ഒരു ഐബ്രോ പാലറ്റും അതുപോലെ തന്നെ ഒരു ഐലൈനറും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ അതാ എല്ലാം കൂടെ ഞാൻ ഒത്തൊരുമിച്ച് കാണിച്ചു തരാം കേട്ടോ. ഇത് ഈ ഒരു ചെറിയ സാധനങ്ങളാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കേട്ടോ. ഫാൻസിക്ക് ഇപ്പോൾ ഭയങ്കര നമ്മൾ കയറിയിട്ടുള്ള ഈ ഒരു ഫാൻസിയിൽ കുറച്ചധികം റേറ്റ് ഉണ്ട്. പിന്നെ ആ ചിന്നുവിന് ബ്രേസ്ലെറ്റ് വാങ്ങിക്കാനാണ് ഞങ്ങൾ ഏറെക്കുറെ വന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ വിചാരിച്ചത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇതാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. കമ്മൽ ഞങ്ങൾ 2 പേരും ഒരുപോലത്തതാണ് കേട്ടോ വാങ്ങിച്ചത്. പിന്നെ അവളൊരു കാജലും ഒരു ലിപ്സ്റ്റിക്കും കൂടെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 1:30 ആയപ്പോഴേക്ക് ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ക്ഷീണം ഉണ്ടായിരുന്നു. പോക്കറ്റ് ഷവർമയാണോ ബ്രെഡ് ഷവർമയാണോ എന്ന് അറിയില്ല. അങ്ങനെ അത് വാങ്ങിച്ചിട്ടുണ്ട്. ഇന്ന് തണ്ണിമത്തനും അതുപോലെ തന്നെ നാരങ്ങ സർവത്തും ഉള്ളൂ. 2 ദിവസമായിട്ട് നല്ല ക്ഷീണമാണെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് കടിയൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഇന്ന് നമ്മൾ കോഴിക്കോടൻ ബിരിയാണിയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ബീഫിന് കുറച്ച് വേവ് കുറവാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. നോമ്പായതുകൊണ്ടാണോ എന്നറിയില്ല. ഇനിയിപ്പോൾ എന്തായാലും നാളെ പെരുന്നാളാണല്ലോ. നാളെ നമുക്ക് ബിരിയാണി കഴിക്കാം. ഇന്ന് നമ്മൾ പെട്ടെന്ന് തന്നെ ബിരിയാണിയൊക്കെ കഴിക്കുന്നുണ്ട് കേട്ടോ. കാരണം നാളെ പെരുന്നാളാണെന്നുണ്ടെങ്കിൽ നമുക്ക് മൈലാഞ്ചിയൊക്കെ ഇടാനുള്ളതാണല്ലോ. അതുകൊണ്ട് എല്ലാ പണി പെട്ടെന്ന് തന്നെ ഒരുക്കിയിട്ട് അങ്ങനെ ആ വാർത്തയിൽ പെരുന്നാളിന്റെ വിവരങ്ങളും കാര്യങ്ങളൊക്കെ എത്തി. അങ്ങനെ ഞാൻ മൈലാഞ്ചി ഇടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാനല്ല, സച്ചും ഫാദിക്കുട്ടിയാണ് എനിക്ക് ഇട്ട് തരുന്നത്. ഈ ഒരു സ്റ്റിക്കർ വാങ്ങി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആരോടും പറയാൻ നിൽക്കണ്ട കേട്ടോ. നമുക്ക് തന്നെ ഇഷ്ടത്തിന് ഇടാം കേട്ടോ. കാരണം നല്ല വൃത്തിയിലും നല്ല അടിപൊളിയായിട്ടും കിട്ടിയിട്ടുണ്ട് എൻ്റെ ഈ ഒരു മൈലാഞ്ചി. ഇനിയിപ്പോൾ പെരുന്നാൾ കഴിഞ്ഞിട്ടാണെങ്കിലും നിങ്ങൾക്ക് ഇടണമെന്നുണ്ടെങ്കിൽ ആ ഒരു സ്റ്റിക്കറിന്റെ ലിങ്ക് ഞാൻ മുകളിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. ഇൻസ്റ്റയിൽ നിന്നാണ് കാണുന്നതെങ്കിൽ ലിങ്ക് എന്ന് കമന്റ് ചെയ്താൽ മതി. മൈലാഞ്ചി പാക്ക് ആവുകൊണ്ട് തിരക്കടില്ല. അമ്മാതിരി ഞെക്കലാണ് ഞെക്കുന്നത്. അപ്പോൾ മൈലാഞ്ചിന്റെ ചോപ്പും കാര്യങ്ങളൊക്കെ നാളത്തെ പെരുന്നാൾ വ്ലോഗിൽ ഞാൻ കാണിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇത്രേ ഉള്ളൂ. അപ്പോൾ ഇന്ന് എനിക്ക് ഉറക്കം ഉണ്ടാവില്ല. ഇതോടെ റമദാൻ സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി നമുക്ക് ഈദ് വ്ലോഗുമായിട്ട് കാണാം കേട്ടോ. അപ്പോൾ